അതായത് ടാർ ചെയ്യുന്നതിന് 14 ലക്ഷം രൂപ മേയർ മുൻകൂർ അനുവദിച്ചതിന്റെ അനുമതിക്കായി ഈ കൗൺസിൽ വന്നിരിക്കുന്നു. ഭീകരമായ അഴിമതിയും ക്രിമിനൽ കുറ്റവുമാണ്. കഴിഞ്ഞ കാലത്ത് CPM പുറംപാതിൽ നിയമനത്തിൽ കൂടെ നിയമനം നടത്തിയതിനെതിരെ നമ്മൾ സമരം ചെയ്തവരാണ്. 1500 പേർക്ക് ചായയും വടയും കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു കുടുംബശ്രീ യൂണിറ്റ് തന്നെ ഉള്ളൂ, പണമൊക്കെ വ്യക്തിപരമായി. 2 മാസത്തേക്ക് പ്രിന്റിംഗ് ചാർജ് ഇനത്തിൽ 12,53,621 രൂപ. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മാത്രം 16, 30 ഒരേ അജണ്ടയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസ്ഥാന മന്ത്രിസഭ ചെയ്ത് ശരിയല്ല. സംസ്ഥാന മന്ത്രിസഭ ഇരിക്കൂ, ആ വിഷയം സംസാരിക്കാൻ പറ്റില്ല. അല്ലല്ല, അത് അങ്ങനെയുള്ള വിഷയം അല്ലല്ല, മൈക്കില്ല. ഇരിക്കൂ. ആ വിഷയം അത് വേറെ അല്ല. അതൊക്കെ സംസ്ഥാന മന്ത്രിസഭ ചർച്ച ചെയ്യട്ടെ. ശ്രീ ഹരികുമാർ ഇരിക്കൂ. അപ്പോൾ അജണ്ടയിലേക്ക് കടക്കുകയാണ്. സപ്ലിമെന്ററി അജണ്ടയുടെ അല്ലല്ല, ബഹുമാനപ്പെട്ട തമ്പാനൂർ കൗൺസിലർ, അതൊക്കെ സംസ്ഥാന മന്ത്രിസഭ ചർച്ച ചെയ്യട്ടെ. അല്ല ശ്രീകുമാർ, അവിടെ മൈക്കില്ല. അതൊക്കെ അവിടെ ചർച്ച ചെയ്യട്ടെ. നമുക്ക് അല്ല, അജണ്ടയിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മൈക്ക് തരാം, എത്ര വേണോ പറയാം. ഒരു 500-ൽ കൂടുതൽ അജണ്ടയുണ്ട്. അജണ്ടയിലേക്ക് നമുക്ക് വരാം. കമ്മിറ്റി പാസാക്കിയ മെയിൻ അജണ്ടയിൽ 1 മുതൽ 63 വരെയുള്ളതിൽ 2ാമത്തെ അജണ്ട ഒഴികെയും അതുപോലെ 16-ാമത്തേതും 30-ാമത്തെയും ഒരു അജണ്ടയാണ്, റെപ്പറ്റീഷനാണ്. അതുപോലെ സപ്ലിമെന്ററി അജണ്ടയിൽ 1 മുതൽ 12 വരെയുമുള്ള അജണ്ട പാസ്സാക്കുവാനായി കൗൺസിൽ മുമ്പാകെ അവതരിപ്പിക്കുന്നു. 2ാമത്തെ അജണ്ട മാറ്റിവെച്ചു. 16, 30 ഒരേ അജണ്ടയാണ്. രാജേഷ്, ഇത് 3 ഒരാൾ തന്നെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 3 കൊട്ടേഷനുകൾ എഴുതി വെച്ച് കൊടുക്കുന്ന ഒരു സ്ഥിരം സംവിധാനം ഉണ്ടായിരുന്നു. അത് കൂടുതൽ ബോധ്യപ്പെട്ടത് അതിന്റെ വലിയ അഴിമതിയുടെ ചുരുളഴിഞ്ഞത് ഇപ്പൊ നമ്മളെ ഗാന്ധി പാർക്കിൽ ഭവനരഹിതർക്ക് പണം കൊടുക്കുന്നതിന്റെ നായനാർ പാർക്കിൽ നടന്ന ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ 10-12 കൊല്ലമായി തിരുവനന്തപുരം നഗരസഭയിൽ ആരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തതെന്ന് അറിയില്ല. ഒരുപക്ഷെ അതിലെത്ര പേർ ഈ ഹാളിലുണ്ട് എന്നും അറിയില്ല. അന്വേഷിക്കേണ്ട, പരിശോധിക്കേണ്ട വലിയ അഴിമതി. നിലവിളക്ക് വാങ്ങാൻ 10,000-15,000 ആവുള്ളൂ. ഇപ്പൊ നായനാർ പാർക്കിൽ എടുത്ത നിലവിളക്കിന്റെ വാടക 500 രൂപയാണ്. 1500 പേർക്ക് ചായയും വടയും കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു കുടുംബശ്രീ യൂണിറ്റ് തന്നെ ഉള്ളൂ, പണമൊക്കെ വ്യക്തിപരമായി കിട്ടുകയാണ്. നിലവിളക്കിന്റെ രണ്ടും വലിപ്പം തന്നെയാണ്. 500 രൂപ 6000-ന്റെ. താങ്കൾ നിന്നാൽ താങ്കളുടെ ചെസ്റ്റ് അളവിൽ കത്തിക്കാൻ കഴിയുന്ന നിലവിളക്ക്, അതാണല്ലോ പൊതുവിൽ സാധാരണ സ്റ്റേജുകളിൽ വയ്ക്കുക. 60,000 രൂപയാണ് 1500 പേർക്ക് ചായയും വടയും കൊടുക്കാനായിട്ട് ഇവിടുത്തെ ഒരു കുടുംബശ്രീ യൂണിറ്റ് എന്റെ മുമ്പിൽ തന്നെ ഉദ്യോഗസ്ഥർ അടക്കം ഇരിക്കുമ്പോൾ ചോദിച്ചത്. നമ്മളത് 20,000 രൂപയ്ക്ക് പുറത്തൊരാളിനെ കൊണ്ട് ചെയ്യിച്ചു. പറഞ്ഞ ന്യായം, കുടുംബശ്രീ ആണെങ്കിൽ കൊട്ടേഷൻ വിളിക്കണ്ട. അപ്പൊ ഈ കുടുംബശ്രീ യൂണിറ്റ് നമ്മുടെ ക്യാൻറ്റീൻ നടത്തുന്ന അടക്കം കുടുംബശ്രീ യൂണിറ്റ് ആണെന്ന് തോന്നുന്നു. നേരത്തെ അത് ഇന്ത്യൻ കോഫി ഹൗസ് ആയിരുന്നു. ഞങ്ങളൊക്കെ പുറത്ത് റോഡിലൂടെ വെറുതെ പോകുമ്പോൾ, ഇവിടെ കൗൺസിലറൊന്നും അല്ലാതെ വഴിപോക്കരായി വഴി പോകുമ്പോൾ കയറി നന്നായി ചായയും മസാല ദോശയൊക്കെ പലതവണ കഴിച്ചിട്ടുള്ളൊരു, അതിന് എന്തിനിവിടെ നിന്ന് ഓടിച്ചു വിട്ടു എന്നറിയില്ല. പക്ഷെ ഇന്നത്തെ ക്യാൻറ്റീൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ. അതുപോലെ ഈ ഫിനാൻസിന്റെ അനുമതിക്ക് വന്നിരിക്കുന്ന അജണ്ട നമ്പർ 13, ഒരു അഡ്വക്കേറ്റിന് 4,52,000 രൂപ വിവിധ കേസുകളിലായി ഫീസ്, പഴയ ഫീസാണ്. എന്റെ കാലാവധി കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് കൊടുക്കാൻ എന്തെങ്കിലും തടസ്സമായിരുന്നോ, അതോ കൊടുക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ കൗൺസിലിലെ അഴിമതി നടത്തുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള യുദ്ധം ഉണ്ടായിരുന്നോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ്. അതോ ഈ ഒരു അഡ്വക്കേറ്റ് മാത്രമേ ഉള്ളൂ? അഡ്വക്കേറ്റിന്റെ പേര് സുമൻ ചക്രവർത്തി എന്നാണ്. വേറെ വക്കീലന്മാരുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. പിന്നെ ഞാൻ ഒരിക്കൽ ഇവിടെ ഈ ലോ ഓഫീസർ ഇല്ല എന്ന് പറഞ്ഞപ്പോ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇതിലൊരു അജണ്ട ഒരു ലോ ഓഫീസറെ നിയമിക്കുന്നത് സംബന്ധിച്ചാണ്. ഒരു ലോ ഓഫീസറെ
നീ ഇപ്പൊ നിയമിച്ചതിന്റെ അനുമതി, മേയർ മുൻകൂർ അനുമതി കൊടുത്തതിന്റെ അംഗീകാരത്തിനായിട്ടാണ്. പിന്നെ ഒരു അജണ്ട, ഒരു 14 ലക്ഷം രൂപ, അതെനിക്ക് തോന്നുന്നു നേരത്തെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞു തോന്നുന്നു, ആവർത്തിച്ച് വന്നിരിക്കുന്നു. അത് പ്രിന്റർ, കമ്പ്യൂട്ടർ തുടങ്ങിയവയൊക്കെ വാങ്ങിച്ച വകയിലാണ്. അതുപോലെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമ്മുടെ കൗൺസിലിന്റെ മേയർ സെക്ഷനിൽ നിന്ന് അജണ്ട, മിനിറ്റ്സ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ, അതായത് കൗൺസിലിന്റെ അജണ്ട, മിനിറ്റ്സ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ അജണ്ട, നോട്ടീസ്, ഫോട്ടോ കോപ്പി, ഇതിനെല്ലാം ചേർത്ത് ഒക്ടോബർ നവംബർ, അതായത് ഡിസംബറിൽ കാലാവധി കഴിയുന്നു. ഒക്ടോബർ നവംബറിൽ ഇനി എനിക്ക് ആ കാര്യത്തിലുള്ള സംശയം, ഇനി വലിയ പ്രോഗ്രാമുകൾ, ഭയങ്കരമായി പ്രിന്റ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ ഒക്കെ നടന്നതാണോ? 2 മാസത്തേക്ക് പ്രിന്റിംഗ് ചാർജ് ഇനത്തിൽ 12,53,621 രൂപ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മാത്രം. അതെല്ലാം ശരിയായി ആണെങ്കിൽ ഞാൻ പറഞ്ഞെടുത്ത് എൻ്റെ ധാരണ പശക് എന്ന് സമ്മതിക്കാനും തയ്യാറാണ്. മറ്റൊന്ന്, നമ്മുടെ 17ാമത്തെ അജണ്ട, അതിൽ പള്ളിത്തുറ വാർഡ്, പള്ളിത്തുറയിൽ ഏതാണ്ട് 1 ഏക്കറിലധികം സ്ഥലം ഇവിടെ സ്വകാര്യ വ്യക്തികൾ വാങ്ങുന്നു. ഫിനാൻസിലല്ല അല്ലേ? സമ്മറിയിലാണ്. സമ്മറിയിലാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് ഇനി ഫിനാൻസിന്റെ അനുമതി വേണ്ടേ? പറയണോ അതോ പിന്നെ പറഞ്ഞു? അല്ല, അങ്ങ് പൂർത്തിയാക്കും. അപ്പോൾ അവിടെ ഈ സ്ഥലം, ഈ വീട് വെച്ച ആളുകൾ അവിടെ ഒരു 300 മീറ്റർ നീളത്തിലുള്ള വഴി ആസ്തിയിൽ ഉൾപ്പെടുത്തണം, നഗരസഭയുടെ ആസ്തിയിൽ ഉൾപ്പെടുത്താനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, കഴിഞ്ഞ ഭരണസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതുകൊണ്ടാണ് ഞാൻ സുജാദേവി ചെയർപേഴ്സൺ ആയിരുന്ന നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആസ്തിയിൽ ഉൾപ്പെടുത്തുന്നതിന് അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അംഗീകാരത്തിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നു. അപ്പോൾ ഈ കൗൺസിൽ അംഗീകരിച്ചാലേ അവിടെ ആസ്തിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് ടാറിങ്ങോ മറ്റെന്തെങ്കിലും മരാമത്ത് ചെലവോ നമുക്ക് വഹിക്കാൻ കഴിയും. ഞാനിത് സുജാദേവിയോട് ചോദിച്ചപ്പോൾ സുജാദേവി അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നു. അടുത്തൊരു അജണ്ട 34, ഇതേ സിറ്റി ഹോസ്പിറ്റൽ റോഡ് 14 ലക്ഷം രൂപയ്ക്ക് ടാർ ചെയ്തതിന്റെ അനുമതിക്കായി, അതായത് ടാർ ചെയ്തതിന് 14 ലക്ഷം രൂപ മേയർ മുൻകൂർ അനുവദിച്ചതിന്റെ അനുമതിക്കായി ഈ കൗൺസിൽ വന്നിരിക്കുന്നു. ഭീകരമായ അഴിമതിയും ക്രിമിനൽ കുറ്റവുമാണ്. ആസ്തിയിൽ ഉൾപ്പെടാത്തൊരു സ്ഥലം ആസ്തിയിൽ ഉൾപ്പെടുത്താനുള്ള അജണ്ട ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ പണം അനുവദിക്കുന്നില്ല. റോഡ് പണി ചെയ്ത് കഴിഞ്ഞു, പരിശോധിക്കാൻ തീരുമാനിക്കണം. ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. എല്ലാം പറയുന്നില്ല, ഈ പ്രഥമമായി കണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ BJPയും UDF ഒക്കെ കഴിഞ്ഞ കാലത്ത് CPM പുറംപാതിൽ നിയമനത്തിൽ കൂടെ നിയമനം നടത്തിയതിനെതിരെ നമ്മൾ സമരം ചെയ്തവരാണ്. ഇത് വീണ്ടും പലതും ഇങ്ങനെ നീട്ടി കൊടുക്കുന്നതിന് വേണ്ടി വീണ്ടും കൗൺസിലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യണം. സാർ, നമ്മളെല്ലാം സമരം ചെയ്തവരില്ലേ പുറംപാതിൽ നിയമനത്തിനെതിരെ? പലരും PSCയിൽ ഇപ്പോഴും സെക്രട്ടറിയേറ്റ് മുമ്പ് സമരം നടക്കുന്നു. എംപ്ലോയ്മെന്റ് ആയിരക്കണക്കിന് ആൾക്കാർ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അവരൊക്കെ ഒന്നും ജോലിയില്ലായിരിക്കുമ്പോൾ ഇവിടെ പുറംപാതിൽ കൂടെ നിയമനം നടത്തിയവരെ വീണ്ടും നീട്ടി കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ സംവിധാനം ഒരുക്കി കൊടുക്കുന്നു. അതിനെ ശക്തിയുക്തം ഞാൻ എതിർക്കുകയാണ് സാർ.